വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാർഷിക മൂല്യനിർണ്ണയം 2024-25 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 1. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ത്രികോണം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എ തന്നിട്ടുള്ളത് എന്താണ്, 2 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും തന്നിട്ടുള്ള ഒരു ത്രികോണമാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നിട്ടില്ല. ബിയിൽ 8 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ സിയും അങ്ങനെ തന്നെയാണ്, 7ഉം 5ഉം തന്നിട്ടുണ്ട്. ഡി 4ഉം 3ഉം തന്നിട്ടുണ്ട്. ഇതിലെ ഉത്തരം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ വരുന്നത്. ഇനി ബി ചോദ്യം, 24 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു ത്രികോണം വരക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വശവും ലംബവും ആദ്യം മനസ്സിലാക്കണം. അതിന് ശേഷമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സി, പരപ്പളവ് 48 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം 12 സെൻറ്റിമീറ്റർ ആയാൽ ആ വശത്തേക്ക് എതിർമൂലയിൽ നിന്നുള്ള ഉയരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 48 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്, ഒരു വശം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എതിർമൂലയിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ. ഇനി പ്രവർത്തനം 2 ആണ്. ചുവടെയുള്ളവയിൽ ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 50% എന്ന് പറയുന്നത് 1/4 ഭാഗമാണ്. 25% എന്ന് പറയുന്നത് 1/2 ഭാഗമാണ്. 33 1/3% എന്ന് പറയുന്നത് 1/3 ഭാഗമാണ്. 75% എന്ന് പറയുന്നത് 2/3 ഭാഗമാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 33 1/3 എന്ന് പറയുന്നത് 1/3 എന്ന ഭാഗമാണ്. ഇനി ബി ചോദ്യം, ഒരു വാഷിംഗ് മെഷീൻ്റെ വില 24,000 രൂപയാണ്. അത് 15% വിലക്കിഴിവിൽ വിൽക്കുന്നു. അതിൻ്റെ വിറ്റ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാണാൻ പറ്റും. 24,000 എന്ത് ചെയ്യാം, ഇൻറ്റു എന്താണ് 15% എന്ന് പറയുന്നത് 100ൽ 85 ആണല്ലേ. അപ്പോൾ 85 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് 20,400 ആണ്. ഓക്കെ, 20,400. ഇനി ഒരു പ്രഷർ കുക്കറിൻ്റെ വില 1,800 രൂപയാണ്. അത് 22,160 രൂപക്ക് വിൽക്കുമ്പോൾ ലാഭം എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എത്ര ശതമാനമാണ് ലാഭം എന്ന് പറയുന്നത്? ഈ 2,160 രൂപക്കാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കണം. 2,160 മൈനസ് 1,800 ചെയ്ത് നോക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 360 കിട്ടും. ഓക്കെ, 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും? 20%. ഓക്കെ, 20%. ഇനി പ്രവർത്തനം 3. ഒരു മട്ട ത്രികോണത്തിൻ്റെ ഒരു വശത്തിൽ 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരച്ചിരിക്കുന്നു. ഈ മട്ട ത്രികോണത്തിൻ്റെ മറ്റു 2 വശങ്ങളുടെ നീളങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി 8 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ. ഏതാണ് കൂട്ടുകാരെ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഇനി ബി ചോദ്യം, സമചതുരാകൃതിയിലുള്ള ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ പരപ്പളവ് 256 ചതുരശ്ര മീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വശം നമുക്ക് കണക്കാക്കാൻ നമുക്കറിയാം. എന്താണ്, ഹാഫ് PH എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. 16 സെൻറ്റിമീറ്റർ. കൂട്ടുകാരെ, എക്സാം കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി സി ചോദ്യം, 72 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ സമചതുരം വരക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒരു വശത്തിൻ്റെ നീളം കിട്ടണം അല്ലേ. അപ്പോൾ 72 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവാണുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 4 ആണ്. ഇവിടെ എ 3 + 5 + 7 + 9 + 11 35 ആണ്. 13 + 15 + 13 + 19 എന്ന് പറയുന്നത് 21 പ്ലസ് എന്ന് പറയുന്നത് എത്രയാണ്? 85 ആണ്. ഇനി ഈ പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഈ പാറ്റേൺ കൂട്ടുകാരെ പൂർത്തിയാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പാറ്റേൺ എഴുതിയാലും മതി നിങ്ങൾ. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം ഓരോ വരിയിലെയും സംഖ്യകളുടെ തുകക്ക് വരിയിലെ നടുക്കുള്ള സംഖ്യയുമായുള്ള ബന്ധം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ബന്ധം എന്ന് പറയുന്നത് എന്താണ്? നടുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ നടുവിലെ സംഖ്യയുടെ 5 മടങ്ങാണ്. ഓക്കെ, 5 മടങ്ങാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. ഇനി ഈ ബന്ധം ബീജഗണിത രൂപത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? തുക എന്ന് പറയുന്നത് തുക സമം എന്ത് ചെയ്യാം? n-4 പ്ലസ് n-2 പ്ലസ് n പ്ലസ് n+2 പ്ലസ് n+4. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി എന്നിന് പകരം നിങ്ങൾ എക്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഇതിൽ നിന്ന് നോക്കുമ്പോൾ 5n ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. ഒരു സമചതുരത്തെ ഒരേപോലെയുള്ള ചതുരങ്ങളായി ഭാഗിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ ഒരു ചെറിയ ചതുരം വലിയ സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആകെ എത്ര ഭാഗമാണ് കൂട്ടുകാരെ ഉള്ളത്? നിങ്ങൾ എണ്ണി നോക്കുക. എത്ര ഭാഗമാണുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ ആകെ എത്ര ഭാഗമാണുള്ളത്? 15 ഭാഗമാണുള്ളത്. അത് ഡിനോമിനേറ്റർ ആയിട്ട് വരും. ഇനി ഇതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഒരെണ്ണം ഒരു സമചതുരം എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/15 എന്ന് വരും. ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആകെ എത്ര ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 5 ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 5/15 എന്ന് എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ 1/3 എന്ന് എഴുതിയാലും മതി. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് പരപ്പളവ് എന്ന് പറയുന്നത്? 2 മീറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ പരപ്പളവ് നമുക്ക് എന്ത് ചെയ്യാം? 2 × 2 നീളം ഇൻറ്റു വീതി. ഓക്കെ, 2 × 2 ഇൻറ്റു എന്താണ്? 5/15. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സമം 4/3 ചതുരശ്ര മീറ്റർ എന്ന് എഴുതിയാലും മതി. ചതുരശ്ര മീറ്റർ. ഇനി പ്രവർത്തനം 6 നോക്കാനുള്ളത്. 144ന് തുല്യമായത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ എ 2³ 3 × 3 എന്താണ്? 4. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി ഇവിടെ ബി ചോദ്യം 6:2 × 3:2 ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ഘടകമായിട്ട് വരുന്നത്? 15 ആണ്. ഓക്കെ, 15 ഘടകമായിട്ട് വരുന്നതാണ്. സി ചോദ്യം 225 275 എന്നീ സംഖ്യകളുടെ പൊതുഘടകങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് പൊതുഘടകങ്ങളായിട്ട് വരുന്നത്? 1 5 25 ഇതാണ് പൊതുഘടകമായിട്ട് അതിൽ വരുന്നത്. പ്രവർത്തനം 7 ചുറ്റളവ് 60 സെൻറ്റിമീറ്റർ ആയ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 2:1 എന്ന അംശബന്ധത്തിലാണ് ഉള്ളത്. ഇനി എ ചോദ്യം ചതുരത്തിൻ്റെ നീളവും വീതിയും കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നീളവും വീതിയും എത്രയായിരിക്കും? നീളവും വീതിയും തമ്മിലുള്ള തുക എന്ന് പറയുന്നത് എത്രയാണ്? ചുറ്റളവ് 60 ആയതുകൊണ്ട് നീളവും വീതിയും തമ്മിലുള്ള തുക എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഓക്കെ, 30 ആയിരിക്കും. ഇനി നീളം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 2:1 എന്നുള്ള അംശബന്ധത്തിലാണ് ഉള്ളത്. അപ്പോൾ നീളം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററും നീളം 20 സെൻറ്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇനി ബി ചുറ്റളവ് 60 സെൻറ്റിമീറ്റർ ആയ മറ്റൊരു ചതുരത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്റർ ആയാൽ വീതി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും വീതി എന്ന് പറയുന്നത്? 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. 12 സെൻറ്റിമീറ്റർ. സി ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും ഏത് അംശബന്ധത്തിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ്? 18ഉം അതുപോലെ 12ഉം ആണല്ലോ. അപ്പോൾ 18:12 അഥവാ എന്താണ്? 3:2 എന്നുള്ളതായിരിക്കും. ഇനി 18:12 എന്ന് എഴുതിയാലും കറക്റ്റാണ്, 3:2 എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഇനി പ്രവർത്തനം 8 നോക്കാനുള്ളത്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹോബികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഹോബി ഏതാണ്? ഏതാണ് കൂട്ടുകാരുടെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്? ചിത്രരചനയാണല്ലേ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ചിത്രരചന എന്ന് വരും. ഇനി ഏറ്റവും കുറച്ച് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഹോബി ഏതാണ്? ഏത് ഹോബിയാണ്? നൃത്തമാണ്. അപ്പോൾ അവിടെ നൃത്തം എന്ന് രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരും.
ഇനി സി, സംഗീതം തിരഞ്ഞെടുക്കുന്നവർ ആകെയുള്ളതിൻ്റെ 1/8 ഭാഗമാണ് എങ്കിൽ ചിത്രരചന ഹോബിയായി തിരഞ്ഞെടുത്തവർ ആകെയുള്ളവർ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഭാഗമാണ് കൂട്ടുകാരെ? ഇത് 8 ഭാഗങ്ങളാണുള്ളത് അല്ലേ? അപ്പോൾ 8 ഭാഗങ്ങളിലെ ഏകദേശം 3 ഭാഗം എന്ന് പറയുന്നത് നൃത്തം തിരഞ്ഞെടുത്തവരാണ്. അപ്പോൾ 3/8 എന്ന് വരും. ഇനി വായന തിരഞ്ഞെടുത്തവരും നൃത്തം തിരഞ്ഞെടുത്തവരും ചേർന്നാൽ ആകെയുള്ളവരുടെ എത്ര ഭാഗമാണ്? ഇവിടെ വായന എവിടെയാണ്? വായന എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണുള്ളത്. അതുപോലെ നൃത്തം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ്? 1/4 ഭാഗമാണ് വന്നിട്ടുള്ളത് അല്ലേ? അഥവാ 1/4 ഭാഗമായിരിക്കും. ഇനി വൃത്തചിത്രത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു ചോദ്യം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? സംഗീതം ഇഷ്ടപ്പെടുന്നവർ എത്ര ഭാഗമായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല മാർക്കിനെ സ്കോർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.